the 11th of August, 2026. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് എൻ്റെ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. അവൻ്റെ ബർത്ത്ഡേ വരുന്നത് ഓഗസ്റ്റ് 15. അപ്പോൾ അവൻ ഒരു സ്വാതന്ത്ര്യദിന ബേബിയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഡോക്ടർ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ അവൻ്റെ പിറന്നാളുടെ കാര്യം പറയുമ്പോൾ ഇത് ആലോചിക്കുവേ. നമുക്ക് ഒരിക്കലും മടുപ്പില്ലാത്ത, എപ്പോഴും എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പറഞ്ഞാലും ഇങ്ങനെ ആഗ്രഹം തീരാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഗ്നൻസി ജേണിയെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതോ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അനുഭവം എന്തൊക്കെയാണെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ നമുക്ക് ഒരിക്കലും മടുക്കാത്തൊരു സംഭവമാണ് പ്രഗ്നൻസി ജേണി. അപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ കുഞ്ഞാവയ്ക്കുള്ള ഡ്രസ്സ് ആദ്യം ഞങ്ങൾ എടുത്ത് സെലക്ട് ചെയ്ത് ഇതങ്ങ് ഫിക്സ് ചെയ്ത് കേട്ടോ. കാരണം വേറെ കളേഴ്സൊക്കെ ഞങ്ങളുടെ തീമെന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ ആണ്, ഒരു വൈറ്റ് ബ്ലൂ ഒക്കെ തീമാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. അപ്പോൾ കറക്റ്റ് ഒരു ബ്ലൂവോ സ്കൈ ബ്ലൂ ഒന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതെടുത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെയും ഇച്ചാടെയും ഒക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളും വേറൊരു സ്കൈ ബ്ലൂ കളറ് ഡ്രസ്സ് കുറേ എടുത്ത് പോയതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് പഴയ സ്ഥലത്തു നിന്ന് തന്നെ എടുക്കേണ്ട അവസ്ഥയായിട്ട്. ഈ കളറായിരുന്നു എൻ്റെയും സൽവാർ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ചെറിയൊരു പരിപാടി, കുറച്ച് മിനിറ്റൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. വൈകുന്നേരം ഏകദേശം 4:30-5 മണിയായി ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ. അത്രയും നേരം ഞങ്ങൾ 3 ആൾക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ എല്ലാ ഡ്രസ്സും മാറാൻ പോയിരുന്നു. 7-ാം തീയതി കേട്ടോ. ഇന്ന് അല്ലൂട്ടൻ്റെ കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും ഞാൻ ബർത്ത്ഡേ വ്ലോഗ് ഇടുന്നത് കേട്ടോ. എന്തായാലും അല്ലൂട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. കാറിൻ്റെ ഫിറ്റിംഗ് ഒക്കെ ഡാഡയുടെ കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലൂട്ട ഇങ്ങോട്ട് നോക്കി. അല്ലൂട്ടൻ താഴെ സ്ക്രൂവിലാണ് അല്ലൂട്ടൻ്റെ പരിപാടി കേട്ടോ. ഡാഡ ഫിറ്റ് ചെയ്യുന്നു, അല്ലു കൂടെ നിൽക്കുന്നു. The 13th of August, 2026. ഞാൻ 11-ാം തീയതി എടുത്ത ഡ്രസ്സൊന്നും എനിക്ക് വീട്ടിൽ ചെന്നപ്പോൾ അങ്ങോട്ട് സെറ്റാവുന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെയും ഇച്ചാടെ ഓൾറെഡി നല്ലതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കളർ തീം വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ 13-ാം തീയതി 15-ാം തീയതിയാണ് കുഞ്ഞിൻ്റെ പിറന്നാൾ. അപ്പോൾ അതിന് മുന്നേ പോയിട്ട് 13-ാം തീയതി ഈ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങൾ ഫിക്സ് ചെയ്ത് ഗൈസ്. ഗ്രൂമിങ് സെക്ഷനാണ് അടുത്ത. എനിക്ക് ഇച്ചാക്കൊന്നും ഗ്രൂമിങ് അങ്ങനെയൊന്നും ഇല്ല. നമുക്കങ്ങനെ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ. അങ്ങനെ കുഞ്ഞാവയ്ക്ക് ജസ്റ്റ് ഒന്ന് മുടി വെട്ടണം കേട്ടോ. അവൻ്റെ മുടി ആകെ അങ്ങ് നല്ലോണം വളർന്നിരിക്കണം. അപ്പോൾ വിചാരിച്ചു ആൾ കുറച്ചൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് മുടി വെട്ടിക്കാൻ കൊണ്ടുപോയതാന്നേ. വന്ന സമയത്ത് ആൾ നമ്മളുമായിട്ട് ആദ്യം വിചാരിച്ചു ആൾ അടങ്ങിയിരിക്കത്തില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. വലിയ കോപ്പറേറ്റ് ചെയ്യത്തില്ല, ആൾ കോപ്പറേറ്റീവ് അല്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ആൾ ഏകദേശം നല്ല വൃത്തിക്ക് വലിയ കുട്ടികളൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ ഇരുന്ന് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. The 14th of August, 2026. Evening. അങ്ങനെ പിറന്നാളിന് തലേ ദിവസമായി കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ്. കുഞ്ഞാവയുടെ ഫസ്റ്റ് പിറന്നാളാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ബലൂൺസൊക്കെ വീർപ്പിക്കാൻ വേണ്ടി ഞങ്ങളത് ഇങ്ങനെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് അധികം ബലൂൺസിൽ ഞങ്ങൾക്ക് കളിപ്പീര് പറ്റി. കാരണം എന്ന് വെച്ചാൽ ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു. അതുപോലെ തന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഡാമേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയ്യോ അത് കഷ്ടമായിപ്പോയി, എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചാൽ മതി. പക്ഷേ ഇവിടെ ഇല്ല എന്നാണ് ഞങ്ങളുടെ ധാരണ. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. ഞങ്ങൾ തിരക്കി ഇറങ്ങിയപ്പോഴാണ് ഇവിടെ പലയിടത്തും നമ്മൾ ഈ മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം അതേ റേറ്റിൽ കിട്ടുന്ന നല്ല ഷോപ്പുകളുണ്ട് കേട്ടോ. ഇവന്മാർ രണ്ടുപേരും കൂടെ ശരിക്കും കുറേ ബലൂൺസൊക്കെ വീർപ്പിച്ച് ഡെക്കറേഷൻ വർക്കിൻ്റെ കുറേ പരിപാടി അവന്മാരാണ് നോക്കിയത് കേട്ടോ. കാരണം അവന്മാർ തലേന്ന് തൊട്ട് പിറ്റേ ദിവസം പ്രോഗ്രാം കഴിയുന്നിടം വരെ അവരിങ്ങനെ സജീവമായിട്ട് എല്ലായിടത്തും കൈകാര്യം ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാ നല്ലോണം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെളിയിൽ സെറ്റ് ചെയ്തതും അതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാനും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടതുകൊണ്ട് എനിക്ക് ക്യാമറയോ ഇതൊന്നും സെറ്റ് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ ഞാൻ പുറകെ വ്ലോഗായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. എന്നത്തെയും പോലെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.